Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പാസീവ് ആൻഡ് ആക്റ്റീവ് കോമ്പണൻസിനെ കുറിച്ചിട്ടുള്ള MCQന്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരു 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അഗെയിൻ 15 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിലേക്കായിട്ട് പോകാം. Okay, first one എന്താണ്? A series LCR circuit is subjected to an AC signal of 200 volt 50 Hz. Okay, അപ്പോൾ 200 volt 50 Hz ഉള്ള ഒരു AC സിഗ്നൽ ആണ് നമുക്ക് LCR സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. Okay, if the voltage across the inductor L is equal to 10 millihenry, അപ്പോൾ നമുക്കൊരു ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഓക്കെ, അതെന്ന് പറയുന്നത് 31.4 വോൾട്ടേജ് ആണ്. നമുക്ക് ഇൻഡക്ടറിന്റെ വാല്യൂ 10 millihenry ആണ് തന്നിരിക്കുന്നത്. Then current in this circuit, അപ്പോൾ ആ സർക്യൂട്ടിലൂടെ പോകുന്ന കറന്റ് എത്രത്തോളം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു AC സിഗ്നൽ തന്നിട്ടുണ്ട്, ഇൻഡക്ടറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഇൻഡക്ടറിലൂടെ ഉണ്ടാവുന്ന ആ ഒരു അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എത്രയാണ് തന്നിട്ടുണ്ട്, കറന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. 10 ആംപിയർ കറന്റ് ആണ് നമുക്ക് ഫ്ലോ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കാൽക്കുലേഷൻ നമുക്കറിയാം. ഗിവൺ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഇൻഡക്ടറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ആ വോൾട്ടേജ് അക്രോസ് ദ വോൾട്ടേജ് തന്നിട്ടുണ്ട്, AC സിഗ്നൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. 200 വോൾട്ട് 50 ഹെർട്സ് ആണ്. അപ്പൊ നമുക്കൊരു വോൾട്ടേജ്, ആ ഒരു ഇൻഡക്ടറിന്റെ അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താ എഴുതാം? VL is equal to I into XL. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് XL എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. സോ അപ്പൊ നമുക്ക് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ നമുക്ക് 31.4 തന്നിട്ടുണ്ട്. I into ഐയുടെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. XL ഞാൻ എന്ത് എഴുതാം? L ഒമേഗ എന്ന് എഴുതാം അല്ലെ. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ ഫ്രീക്വൻസി 2πf ആണ്. സോ ഒമേഗ is equal to 2πf ആണ്. ഫ്രീക്വൻസി നമുക്ക് 50 ഹെർട്സ് ആണെന്നുള്ളത് നമുക്കറിയാം. സോ ഞാൻ എന്ത് ചെയ്തു? 31.4 is equal to I into L ന്റെ വാല്യൂ എന്താണ്? 10 millihenry ആണ്. 10 into 10 to the power minus 3 into 2πf, 2 into പൈയുടെ വാല്യൂ 3.14 into ഫ്രീക്വൻസി എത്രയാണ്? 50 ഹെർട്സ് ആണ് അല്ലെ. സോ ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടുന്നുണ്ട്. സോ I is equal to എനിക്ക് എന്ത് വരും? 31.4 ഡിവൈഡഡ് ബൈ ഈ ഒരു ഹോൾ ടേം വരും അല്ലെ. സോ അത് എനിക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് I is equal to 10 ആംപിയർ ആണ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ സർക്യൂട്ടിലൂടെ പോകുന്ന കറന്റിന്റെ വാല്യൂ എത്രയാണ്? 10 ആംപിയർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. In a series LCR circuit, the inductance L is 10 millihenry, capacitance C is 1 microfarad and resistance R is 100 ohm ആണ്. So what is the frequency at which resonance occurs? ആ ഒരു LCR സർക്യൂട്ടിൽ നമുക്ക് റെസൊണൻസ് occur ആകുമ്പോൾ അവൈലബിൾ ആവുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻഡക്ടർ വാല്യൂ തന്നിട്ടുണ്ട്, കപ്പാസിറ്റർ വാല്യൂ തന്നിട്ടുണ്ട്, സിമിലർലി റെസിസ്റ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട്. So we have to calculate the frequency at which resonance. Okay, ആ ഒരു റെസൊണൻസിന്റെ ഇതിൽ ഫ്രീക്വൻസി എത്രയാണ്? ഓപ്ഷൻസ് എന്താണ്? 1.59 കിലോ ഹെർട്സ് ആണ് നമുക്ക് വരുന്ന ഫ്രീക്വൻസിയുടെ വാല്യൂ. ഓക്കെ, സോ നമുക്കത് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, എല്ലിന്റെ വാല്യൂ എന്താണ്? 10 millihenry, കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1 microfarad ആൻഡ് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 100 ohm ആണ്. നമുക്കറിയാം റെസൊണൻസ് ഒക്യൂർ ആവുന്നത് എപ്പോഴാണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വിച്ച് ഇസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഈ ഒരു ടൈമിലാണ് നമുക്ക് എന്താണ് റെസൊണൻസ് ഒക്യൂർ ആവുന്നത്. XL എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ L ആണ്. XC എന്ന് പറയുന്നത് 1/ωc ആണ്. സോ ഇതിൽ നിന്ന് ഞാൻ F ന്റെ ഇക്വേഷൻ എഴുതി. ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു എന്താണ്? 1 ഡിവൈഡഡ് ബൈ 2π√LC, അതായത് 2πf ഇവിടെ വരും ഇൻറ്റു L, ഇവിടെ ഇതുപോലെ തന്നെ 2πf ഇൻറ്റു C വരും അല്ലെ. അപ്പൊ ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ ആകും എനിക്ക് ഇവിടെ. സോ ഞാൻ അതിനെ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എത്രയാണ് വരുന്നത്? 1/2π√LC ആണ്. എല്ലിന്റെ വാല്യൂ നമുക്കറിയാം, അതുപോലെ തന്നെ സിയുടെ വാല്യൂ അറിയാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് 1.59 കിലോ ഹെർട്സ് ആണ് നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. The magnetic potential energy stored in a certain inductor is 25 mJ. When the current in the inductor is 60 milliampere, this inductor is of inductance. ഓക്കെ, അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു റേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. 25 mJ ആണ് സ്റ്റോർ ആയിരിക്കുന്നത്. അതിൽ ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന കറന്റ് എന്ന് പറയുന്നത് 60 milliampere ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇൻഡക്ടൻസ് എത്രയാണ്? ആ ഒരു ഇൻഡക്ടറിന്റെ ഇൻഡക്ടൻസ് വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 13.89 ആണ് നമുക്ക് ആ ഒരു ഇൻഡക്ടൻസിന്റെ വാല്യൂ, ഇൻഡക്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? അതായത് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ വാല്യൂസ് ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്. U, ദാറ്റ് ഈസ് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി 25 mJ, ദാറ്റ് ഈസ് 25 into 10 to the power minus 3 ജൂൾ ആണ് നമുക്ക് തന്നിരിക്കുന്ന മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്.
കറന്റും തന്നിട്ടുണ്ട്. എത്രയാണ്? 60 മില്ലി ആംപിയർ, ദാറ്റ് ഈസ് 60 into 10 to the power minus 3 ആണ്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ അറിയാം. ആ ഒരു മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി, ആ ഒരു ഇൻഡക്ടൻസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയുടെ ഇക്വേഷൻ എന്താണ്? U is equal to half into Li square ആണ്. L ന്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. U നമുക്കറിയാം, സിമിലർലി I യുടെ വാല്യൂ നമുക്കറിയാം. സോ L is equal to എന്ത് വരും? 2U by I square എന്ന് വരും അല്ലേ? നോക്കൂ, 25 into 10 to the power minus 3 is equal to half into L into 60 into 10 to the power minus 3 whole square. കാരണം I square ആണ് വരുന്നത്. സോ ഇൻഡക്ടൻസ് is equal to എത്ര വരും? എനിക്ക് ഇതെന്ത് വരും? 2 into 25, അതായത് ഈ ഹാഫ് എന്നുള്ളതിൽ 2 മൾട്ടിപ്ലിക്കേഷൻ പോകും. 2 into 25 into 10 to the power minus 3 divided by 60 into 60 സ്ക്വയർ എന്ന് പറയുന്നത് 3600 ആണ്. 10 to the power minus 3 whole square എന്ന് പറയുന്നത് 10 to the power minus 6 ആണ്. സോ അത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എത്രയാണ്? 13.89 ഹെൻറി ആണ് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. Which of the following is a non-linear circuit parameter? താഴെ തന്നിരിക്കുന്നതിൽ non-linear circuit parameter ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇൻഡക്ടൻസ്, കണ്ടൻസർ, വയർ വൗണ്ട് റെസിസ്റ്റർ, ട്രാൻസിസ്റ്റർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ട്രാൻസിസ്റ്റർ ഇറ്റ് ഈസ് എ non-linear circuit parameter ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. നോക്കൂ, ഒരു ലീനിയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലീനിയർ സർക്യൂട്ടിൽ the response of the output which is directly proportional to the input. എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഒരു ലീനിയർ സർക്യൂട്ടിൽ ഒക്യുർ ആവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു എലമെന്റിന്റെ ബിഹേവിയറിനെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ആ ഒരു എലമെന്റ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും അതിലൂടെ ഉണ്ടാകുന്ന ആ ഒരു ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയർ സർക്യൂട്ട് പാരാമീറ്റേഴ്സിന് എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഇതൊക്കെയാണ് ലീനിയർ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, എനിക്ക് എന്താണോ ഇൻപുട്ട് അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഔട്ട്പുട്ട് എനിക്ക് കിട്ടുന്നത് ലീനിയർ സർക്യൂട്ടിൽ. ഓക്കെ, അപ്പൊ നോൺ ലീനിയർ സർക്യൂട്ട് എന്തായിരിക്കും? നോക്കൂ, ഒരു നോൺ ലീനിയർ സർക്യൂട്ടിൽ ദ റെസ്പോൺസ് ഓഫ് ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിച്ച് ഇസ് നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻപുട്ട്. ഇൻപുട്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലാത്ത സർക്യൂട്ട് എന്താണോ അതിനെയാണ് നമ്മൾ നോൺ ലീനിയർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളുകൾ നമുക്ക് അറിയാം. ഡയോഡ്, ട്രാൻസിസ്റ്റർ, മോസ്ഫെറ്റ്, ഇതൊക്കെ നോൺ ലീനിയർ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ആണ്. കാരണം എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണോ നമുക്ക് ഈ പറയുന്ന പാരാമീറ്റേഴ്സ് കിട്ടുന്നത്? എക്സാമ്പിൾ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഡയോഡ്, ഇതൊന്നും നമുക്ക് അങ്ങനെ കറക്റ്റ് ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ല നമുക്ക് കിട്ടുന്നത്. So these components like diode, transistor, MOSFET, they are known as non-linear circuit parameters. Okay. അതേപോലെ ഈ പറയുന്ന കറന്റ്, ഈ ഒരു ഡയറക്ഷൻ ഓഫ് കറന്റ് എന്ന് പറയുന്നത് ആ ഒരു ബിഹേവിയറിന്റെ അല്ലെങ്കിൽ ആ ഒരു എലമെന്റിന്റെ ബിഹേവിയർ എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പൊ നോക്കൂ, നമുക്കറിയാം ഒരു ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു കറന്റിന്റെ ഫ്ലോ ഫ്രം ആനോഡ് ടു കാഥോഡ് ആണ് അല്ലെ? ആ ഒരു എലമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ എന്ന് പറയുന്നത്. സോ ഈ ഒരു നോൺ ലീനിയർ സർക്യൂട്ടിൽ എങ്ങനെയായിരിക്കും? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിച്ച് ഇസ് നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻപുട്ട് ആയിരിക്കും. സിമിലർലി ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ it is dependent of the behavior of the element. Example transistor, diode, MOSFET, etc. Okay, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ട്രാൻസിസ്റ്റർ ആണ് ഒരു നോൺ ലീനിയർ സർക്യൂട്ട് പാരാമീറ്റർ ആയിട്ട് നമുക്ക് ഓപ്ഷനിലുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് the coil of chalk in a circuit. ഒരു സർക്യൂട്ടിലെ കോയിൽ, ഓക്കെ, കോയിൽ ഓഫ് ചോക്ക്, അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. It decreases the current in AC. Okay, AC കറന്റിനെ ഡിക്രീസ് ചെയ്യുകയാണ് ഈ പറയുന്ന കോയിൽ ഓഫ് ചോക്ക് ഇൻ എ സർക്യൂട്ട്. ഓക്കെ, ചോക്ക് അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കോയിൽ ഓഫ് ചോക്ക് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ദ കറന്റ് ഇൻ AC എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, അപ്പൊ ഒരു ചോക്ക് കോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലോ റെസിസ്റ്റൻസ് ഇൻഡക്ടർ കോയിൽ ആണ്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ആ ഒരു കറന്റ്, അത് സർക്യൂട്ടിലൂടെ ഫ്ലോ ആവുന്ന കറന്റിന്റെ ഡയറക്ഷനോ അല്ലെങ്കിൽ ആ ഒരു ഡയറക്റ്റ് കറന്റിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ AC കറന്റിനെ ലിമിറ്റ് ചെയ്യുകയാണ് ആ ഒരു ഫ്ലോയുടെ. ഓക്കെ, ആ ഒരു ചോക്ക് കോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്യൂട്ടിലൂടെ ഉണ്ടാകുന്ന ആ ഒരു ആൾട്ടർനേറ്റിംഗ് കറന്റിന്റെ ഫ്ലോയിനെ ലിമിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഫ്ലോ ഓഫ് ഡയറക്റ്റ് കറന്റിനെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചില കൺവേർഷൻസിൽ AC ടു DC കൺവേർഷൻ വരുന്ന സമയങ്ങളിൽ AC ഫ്ലോയിനെ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യുകയാണ് ഈ പറയുന്ന ഒരു ചോക്ക് കോയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സീരീസ് ആയിട്ട് ഒരു RL സർക്യൂട്ടിലാണ്. അതായത് റെസിസ്റ്റർ ഇൻഡക്ടർ സർക്യൂട്ട് സീരീസ് കോമ്പിനേഷനിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കൂ, ഇവിടെ നോക്കൂ, ഇതാണ് എനിക്ക് വരുന്നത്. ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ചോക്ക് കോയിൽ ഈസ് ആൻ ഇൻഡക്ടർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു ഇൻഡ്യൂസ്, ഒരു ഹൈ വോൾട്ടേജ് ആ ട്യൂബ് ലൈറ്റിന് അക്രോസ് ആയിട്ട്, നമുക്കറിയാം വീട്ടിലെ ട്യൂബ് ലൈറ്റിലൊക്കെ നമ്മൾ ഒരു ചോക്ക് കണ്ടിട്ടുണ്ടാവും അല്ലെ? അതെന്താ ചെയ്യുന്നത്? ഒരു ഹൈ വോൾട്ടേജ് ആ ഒരു
ട്യൂബ്ലൈറ്റ് നെക്രോസ് ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ആ ഒരു ചോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്ന ആ ഒരു സ്റ്റാർട്ടറിൽ ഉണ്ടാകുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഒരു അയണൈസ് ആകുകയും അതുകൊണ്ട് തന്നെ ആ ഒരു ഫുൾ വോൾട്ടേജും അതുപോലെ തന്നെ ആ ഒരു ബൈ മെറ്റാലിക് സ്ട്രിപ്സിൽ ഉണ്ടാകുന്ന ആ ഒരു ഹീറ്റ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിക്സ്ഡ് കോണ്ടാക്റ്റിലേക്ക് കണക്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആ ഒരു ബെൻഡ് കാണിക്കുന്നതിനായിട്ട് നമുക്ക് ബെൻഡ് ടു കണക്ട് ടു ദ ഫിക്സ്ഡ്, ആ ഒരു ഫിക്സ്ഡ് കോണ്ടാക്റ്റിലേക്ക് കണക്ട് ചെയ്യുന്നതിന് നമുക്ക് ഈ പറയുന്ന കോമ്പണന്റുകളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന ചോക്ക് കോയിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ഒരു AC കറന്റിനെ ഒന്ന് ലിമിറ്റ് ഫ്ലോ അതിന്റെ ഒരു കറന്റ് ഫ്ലോയിനെ നമ്മൾ AC കറന്റ് ഫ്ലോയിനെ സപ്രസ് ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇഫ് M is the mutual inductance between the two coils connected in series cumulatively coupled, then the equivalent inductance is. Okay, അപ്പോൾ രണ്ട് ഇൻഡക്ടേഴ്സ് L1 L2 എന്ന് പറയുന്നത് ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ M എന്ന് പറയുന്നതാണ് അതിലുണ്ടാവുന്ന മ്യൂച്വൽ ഇൻഡക്ടൻസ് എങ്കിൽ അതിലുണ്ടാവുന്ന ഈക്വലന്റ് ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. ഇഫ് the two inductance are connected series, then ഈക്വലന്റ് ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, which is equal to L1 plus L2 plus 2M ആണ്. M എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ്. ഓക്കെ, നോക്കൂ, ഇപ്പൊ രണ്ട് റെസിസ്റ്റർ അല്ല ഇൻഡക്ടർ, രണ്ട് ഇൻഡക്ടൻസ് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് വരുന്നുണ്ട് അല്ലെ, L1 L2 ഇവിടെ നമുക്ക് ഒരു മ്യൂച്വൽ ഇൻഡക്ടൻസ് വരുന്നുണ്ട്. സിമിലർലി ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിലും വരുന്നുണ്ട്. അപ്പൊ രണ്ട് മ്യൂച്വൽ ഇൻഡക്ടൻസ് വരുന്നുണ്ട്. സോ ഈക്വൽ ഇൻഡക്ടൻസ് സീരീസ് എയ്ഡിങ് അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമുക്ക് L1 plus L2 plus 2M ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കൂ, അടുത്തത് സീരീസ് ഒപ്പോസിംഗ് ആണ് നമുക്ക് വരുന്നത്. സീരീസ് എയ്ഡിങ് ആണെങ്കിലാണ് നമുക്ക് ഈ പറയുന്നത് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ഇഫ് സപ്പോസ് രണ്ടും സീരീസ് ഒപ്പോസിംഗ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാ വരുന്നത്, അതായത് രണ്ടും എയ്ഡിങ് ആണെങ്കിൽ നമുക്ക് ഈ ഡയറക്ഷൻ, അതായത് ഒരു ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും സീരീസ് ഒപ്പോസിംഗ് ആണ്, ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈഡുകളും, ഇതിവിടെ നമുക്ക് അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മ്യൂച്വൽ ഇൻഡക്ടൻസ് ഞാനിത് മൈനസ് ചെയ്യണം. ഓക്കെ, സോ പ്ലസ് ആണെങ്കിൽ സീരീസ് എയ്ഡിങ് ആണ്, മൈനസ് ആണെങ്കിൽ സീരീസ് ഒപ്പോസിംഗ് ആണ്, രണ്ടും ഇൻഡക്ടൻസിന്റെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the self induced EMF of a coil is 25 volt. When the current in it is changed at uniform rate from 10 amperes to 25 ampere in 1 second, the change in the energy of the inductance is. Okay, അപ്പോൾ ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഓഫ് ദ കോയിൽ നമുക്ക് തന്നിട്ടുണ്ട്. കറന്റ് ചേഞ്ച് ചെയ്യുന്നത് 10 ആംപിയറിൽ നിന്ന് 25 ആംപിയറിൽ ഒരു സെക്കൻഡിൽ ചേഞ്ച് ആകുന്നുവെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഇൻഡക്ടൻസിന്റെ എനർജി, ചേഞ്ച് ഇൻ എനർജി എത്രത്തോളം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 437.5 ആണ് നമുക്ക് വരുന്ന ആ ഒരു എനർജി വരുന്നത്, ചേഞ്ച് ഇൻ എനർജി വരുന്നത്. ഓക്കെ, 437.5 ജൂൾ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. EMF ഓഫ് ദ കോയിൽ നമുക്ക് 25 വോൾട്ട് തന്നിട്ടുണ്ട്. ടൈം നമുക്ക് 1 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കറന്റ് ചേഞ്ച് ചെയ്യുന്നത് 10ൽ നിന്നും 25 ആണ്. അപ്പൊ ഇനിഷ്യൽ കറന്റ് എന്ന് പറയുന്നത് 10 ആംപിയർ ആണ്. ഫൈനൽ കറന്റ് അല്ലെങ്കിൽ I2 എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം EMF 25 വോൾട്ട് ആണ്. അപ്പൊ DI is equal to എന്താണ്, അതായത് ചേഞ്ചിങ് കറന്റ് എന്ന് പറയുന്നത് എനിക്ക് 15 ആംപിയർ ആണ്. ദാറ്റ് ഈസ് 25 മൈനസ് 10 ആണ്. ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. നമുക്കറിയാം EMFന്റെ ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ E is equal to എന്താ വരുന്നത്, L into di by dt ആണ്. നമുക്ക് L ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. സോ അപ്പൊ 25 is equal to L into 15 by 1 വരും. സോ 25 by 15 which is equal to 5/3 ഹെൻറി ആണ് നമുക്ക് വരുന്ന L ന്റെ വാല്യൂ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്, നമുക്ക് L into I1 I2 ന്റെ ഇക്വേഷൻ നമ്മൾ കൊടുക്കണം. അതായത് ചേഞ്ച് ഇൻ എനർജി ആണ് വേണ്ടത് അല്ലെ. ഹാഫ് into ഇൻഡക്ടൻസ് into I2 മൈനസ് I1 വരും. അതായത് നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, എനർജിയുടെ ഇക്വേഷൻ എന്താണ്, ദാറ്റ് ഈസ് E is equal to ഹാഫ് Li സ്ക്വയർ ആണ് അല്ലെ. ഹാഫ് ഇൻറ്റു Li സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് കറന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ആയിട്ടുണ്ട്, 10ൽ നിന്നും 25ലേക്ക് ആകുന്നുണ്ട്. സോ അപ്പൊ ഇവിടെ ഞാൻ എടുക്കേണ്ടത് I2 മൈനസ് I1 സ്ക്വയർ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ചേഞ്ച് ഇൻ കറന്റ് ആണല്ലോ, അപ്പൊ ചേഞ്ച് ഇൻ ഇൻഡക്ടൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്. സോറി, I1 ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ എനർജി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/2 ഇൻറ്റു ഇൻഡക്ടൻസിന്റെ വാല്യൂ 5/3 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 5/3 ഇൻറ്റു ഫസ്റ്റ് കറന്റ് 25 ആണ്, 25 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ. ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം, സ്ക്വയർ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, സോ 25 മൈനസ് വരും. അപ്പൊ നമുക്ക് എത്രയാണ് വരുന്നത്, 625 മൈനസ് 100 ദാറ്റ് ഈസ് 525 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 437.5 ജൂൾ ആണ് കിട്ടുന്നത്. സോ അപ്പൊ ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് എത്രയാണ്, 437. കാരണം കറന്റിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി നമുക്ക് എന്താണ്, നമുക്ക് ഈ പറയുന്ന എനർജിയിലും ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ
question ആണ് the inductance of a single layer of coil 50 turns is 5 millihenry. If the number of turns is double, the inductance of the coil will be. Okay, അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ഒരു 50 ടേൺസ് ഉള്ള ഒരു ഇൻഡക്ടൻസിന്റെ ഇൻഡക്ടറിന്റെ ഇൻഡക്ടൻസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 5 മില്ലി ഹെൻറി ആണ്. നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആക്കി, അതായത് 50 എന്നുള്ളത് 100 ടേൺസ് ആണെങ്കിൽ എനിക്ക് ഇൻഡക്ടൻസ് ഓഫ് ദ കോയിൽ എന്താകും, എന്ത് ചേഞ്ച് ആണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 50 ടേൺസ് ഞാൻ ഡബിൾ ആക്കി 100 ആക്കി, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻഡക്ടൻസിൽ എന്താ ചേഞ്ച് വന്നിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 20 മില്ലി ഹെൻറി ആയിട്ടുണ്ടാവും. 5 മില്ലി ഹെൻറി എന്നുള്ളത് 20 മില്ലി ഹെൻറി ആണ്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ അറിയാം. L is equal to mu into n square a by L ആണ്. അതായത് ഈ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ മ്യൂ അല്ലെ, നമ്മുടെ ആ ഒരു പെർമിബിലിറ്റി അതുപോലെ തന്നെ n സ്ക്വയർ ഏരിയ ഇതിനൊക്കെ നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമ്മളിവിടെ നമ്പർ ഓഫ് ടേൺസ് ആണ് ഡബിൾ ആക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്തായാലും അറിയാം നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ ഇൻഡക്ടൻസ് വാല്യൂ ഇൻക്രീസ് ആകും. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്, a എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ, L എന്ന് പറയുന്നത് ലെങ്ത് ആണ് അല്ലെ. സോ L which is directly proportional to n square by L ആണ്. So L2 by L1 നമുക്ക് ആ ഒരു റേഷ്യോ എടുക്കണം. L2 by L1 is equal to എന്താണ് വരുന്നത്? N2 by N1 whole square into I1 by I2 വരുന്നുണ്ട്. അതായത് L1 by L2, I അല്ല L1 by L2, കാരണം ഇത് ഡിവിഷനിലാണ് കിടക്കുന്നത്. സോ L1 by L2 വരും. നമുക്ക് L1 ന്റെ വാല്യൂ അറിയാം, N1 ന്റെ വാല്യൂ അറിയാം. നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും? 5 മില്ലി ഹെൻറി നമുക്ക് അറിയില്ല, അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. സോ N2 എന്ന് പറയുന്നത് 2N1 ആക്കി, 50 എന്നുള്ളത് 100 ആകും. നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ I2 അല്ല L2 ആണ്, I അല്ല, L എന്നുള്ള രീതിയിലാണ്. അതിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. L തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ 1 തന്നെയാണ്, അതിൽ പ്രത്യേകിച്ച് ചേഞ്ചുകളൊന്നും വന്നതായി പറഞ്ഞിട്ടില്ല. അപ്പൊ L2 by L1 which is equal to N2 by N1 whole square അല്ലെ. അപ്പൊ L2 by 5 mH is equal to 100 by 50 whole square ആണ്. ഇത് ഞാൻ സോൾവ് ചെയ്യാണ് അല്ലെ. അപ്പൊ എനിക്ക് ഈ 50 എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ 2 വരും, 4 വരും അല്ലെ. നോക്കൂ, അപ്പൊ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4 into 5 which is equal to 20 മില്ലി ഹെൻറി വരുന്നുണ്ട്. ഓക്കെ, if both the number of turns and core length of an inductive coil are double, then its self inductance will be. നമ്പർ ഓഫ് ടേൺസും കോർ ലെങ്ത്തും ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സെൽഫ് ഇൻഡക്ടൻസിൽ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ഡബിൾ ആയിട്ടുണ്ട്. ഓക്കെ, സെൽഫ് ഇൻഡക്ടൻസ് എന്ത് ചെയ്തു? ഡബിൾഡ് ആണ്. നോക്കൂ, L2 is equal to 2L1 ആക്കി, അതുപോലെ തന്നെ N2 is equal to 2N1 ആക്കിയിട്ടുണ്ട്. അപ്പൊ സെൽഫ് ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം mu naught n square a by L ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ തൊട്ട് പ്രീവിയസ് ഇക്വേഷനിൽ നമ്മൾ നോക്കിയതാണ് സ്ലൈഡിൽ. L എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n square by L ആണ്. അപ്പൊ നമുക്ക് ആ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരും? L2 by L1 is equal to N2 square by N1 square into L1 by L2 ആണ്. N2 എന്ന് പറയുന്നത് എന്താണ്? 2N1 ആണ് അല്ലെ. അപ്പൊ 2N1 square by N1 square വരും. അപ്പൊ ഈ N1 സ്ക്വയറും N1 സ്ക്വയറും ക്യാൻസൽ ആകും. ഇവിടെ 2 എന്നുള്ളത് എനിക്ക് 4 ആകും. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് L1 by L1 തന്നെയാണ്, 2L1 ആണ്, കാരണം ഇതിന്റെ ലെങ്ത്തും ഞാൻ ഡബിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു L1 ഉം L1 ഉം ക്യാൻസൽ ആകും. അപ്പൊ 4/2 ആണ് വരുന്നത്. സോ 2 വരും. സോ ഇൻഡക്ടൻസ് എനിക്ക് എന്താകുന്നുണ്ട്? ഡബിൾ ആകുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് 4 ടൈംസ് വരാത്തത് എന്തുകൊണ്ടാണ്? 4 ടൈംസ് ആവാത്തത് കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ലെങ്ത്തും ഡബിൾ ചെയ്തിട്ടുണ്ട്. സോ അവിടെ എനിക്കൊരു 2 വരുന്നുണ്ട്. ആ 2 ക്യാൻസൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡബിൾ ആയിട്ട് കിട്ടുന്നത്. ഇഫ് ഞാൻ ഈ പറയുന്ന ലെങ്ത് ഡബിൾ ആക്കിയിട്ടില്ല, ലെങ്ത് ഡബിൾ ആയിട്ടില്ലെങ്കിൽ എന്താകും? ഇത് 4 ടൈംസ് ആകും. ഇഫ് സപ്പോസ് നമ്പർ ഓഫ് ടേൺസിൽ എനിക്ക് ചേഞ്ചസ് ഒന്നും വരാതെ ലെങ്ത്തിനാണ് ഞാൻ ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് 1/2 L1 ആകും, അതായത് നേർ ഹാഫ് ആകും. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ഈ ഇക്വേഷനിൽ നിന്ന് അവർ പല രീതിയിലും ചോദിക്കും. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഏരിയ ഇൻക്രീസ് ചെയ്യും, ലെങ്ത് ഇൻക്രീസ് ചെയ്യാം, ലെങ്ത് ഡബിൾ ആകും. ആ ഒരു പാറ്റേണിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻ അയൺ coil has an inductance of 4 Henry. If the reluctance of the flex path is 180 per Web, then the number of turns of the coil. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഡക്ടൻസ് തന്നിട്ടുണ്ട്, ഫ്ലെക്സ് പാത്തിൽ ഉണ്ടാവുന്ന റിലക്ടൻസും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 20 ടേൺസ് ആണ് നമുക്ക് ആ ഒരു അയൺ കോറിൽ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെൽഫ് ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ അറിയാം. L is equal to mu 0 mu r an square by L ആണ്. A എന്ന് പറയുന്നത് ഏരിയ, നമ്പർ ഓഫ് ടേൺസ് ലെങ്ത് ആണ്. റിലക്ടൻസിന്റെ ഇക്വേഷൻ ആണ് S is equal to 1 mu 0 mu r into L by A. ഇതാണ് നമുക്ക് റിലക്ടൻസിന് വരുന്ന ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വരുന്ന ഫൈനൽ ഇക്വേഷൻ S is equal to n square by L ആണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഓക്കെ,
S is equal to n square by L ആണ്. അപ്പൊ നമുക്ക് ഇതിന് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പൊ n square is equal to s into L വരും. n is equal to square root of SL വരും അല്ലെ. അപ്പൊ s ന്റെ വാല്യൂ നമുക്ക് അറിയാം. s എത്ര തന്നിരിക്കുന്നത് 180 per web ആണ്, W ആണ്. L എന്ന് പറയുന്നത് 4 Henry ആണ്. സോ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. n is equal to square root of 4 into 100 which is equal to 20 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ടേൺസ് എത്ര തന്നിരിക്കുന്നത്? 20 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. The iron loss in a 10 kilowatt 240 per 100 volt single phase transformer is 100 watt. The maximum efficiency occurs at full load when the secondary current is 50 amperes. Copper loss in the transformer will be. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? കോപ്പർ ലോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അയൺ ലോസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിലൂടെ ഉണ്ടാവുന്ന സെക്കൻഡറി കറന്റ് എത്രയാണെന്നുള്ളതും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? കോപ്പർ ലോസ് ഇൻ ദ ട്രാൻസ്ഫോമർ വിൽ ബി ഓപ്ഷൻ സി 25 watt ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, നോക്കൂ, നമുക്കറിയാം എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോമറിനുള്ള ഇക്വേഷൻ എന്താണ്? ഈറ്റ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു, അതായത് എക്സ് കെ വി എ കോസ് ഫൈ ഡിവൈഡഡ് ബൈ എക്സ് കെ വി എ കോസ് ഫൈ പ്ലസ് പി സി പ്ലസ് എക്സ് സ്ക്വയർ പി സി യു എഫ് എൽ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ ഓഫ് ലോഡിംഗ് ആണ്. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. കോസ് ഫൈ എന്ന് പറയുന്നത് പവർ ഫാക്ടർ ആണ്. പി സി എന്ന് പറയുന്നത് അയൺ ലോസിൽ വരുന്നതാണ്. പി സി യു എഫ് എൽ എന്ന് പറയുന്നത് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ മാക്സിമം എഫിഷ്യൻസിക്കുള്ള ഒരു കണ്ടീഷൻ എന്താണ്? അയൺ ലോസ് ഇസ് ഈക്വൽ ടു കോപ്പർ ലോസ് ആണ്. അപ്പൊ പി സി, അയൺ ലോസ് എന്ന് പറയുന്നത് പി സി വിച്ച് ഇസ് ഈക്വൽ ടു കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പി സി പി കോപ്പർ ലോസ് ഫുൾ ആണ് വരുന്നത്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്ക്വയർ റൂട്ട് ഓഫ് പി സി ബൈ പി സി യു എഫ് എൽ വരും. നമുക്ക് കോപ്പർ ലോസ് ഫുൾ ലോഡ് ആണ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അണ്ടർ മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ നോക്കുകയാണ്. ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ളത് എടുത്തു. ഐ നമുക്കറിയാം 50 ആംപിയർ ആണ്. പി കോപ്പർ ലോസ് തന്നിട്ടുണ്ട്. അപ്പൊ പി സി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ പി സി യു ആണ്. അപ്പൊ പി സി ഇസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് 100 ആണ് കിട്ടുന്നത്. ഓക്കെ, അണ്ടർ മാക്സിമം എഫിഷ്യൻസി കണ്ടീഷനിൽ. ഇനി നമ്മൾ അടുത്തൊരു കണ്ടീഷൻ നോക്കുന്നത് നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ കൺസിഡർ ചെയ്യാണ്. അതായത് എസ് ഇസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ് ആണ്. എസ് എന്ന് പറയുന്നത് എന്താണ്? കെ വി റേറ്റിംഗ് ആണ്. വി എസ് എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജും ഐ എസ് എന്ന് പറയുന്നത് സെക്കൻഡറി കറന്റും ആണ്. അപ്പൊ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എസ് ഇസ് ഈക്വൽ ടു 10 into 10 to the power 3 ഈസ് ഈക്വൽ ടു 100 into ഐ എസ് ആണ്. ഐ എസ് ഇസ് ഈക്വൽ ടു 100 ആംപിയർ എടുത്തു ഞാൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും കോപ്പർ ലോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു പി കോപ്പർ ഫുൾ ലോഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ഐ ബൈ ഐ എസ് ആണ്. ഐയുടെ വാല്യൂ നമുക്ക് 50 ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഐ എസ് എത്രയാണ്? 100 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 0.5 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പി സി യു എക്സ്, ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 0.5 ആണ്. 0.5 സ്ക്വയർ ഇൻറ്റു പി സി യു എഫ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 100 ആണ്. തൊട്ട് പ്രീവിയസിലാണ് നമുക്ക് 100 കിട്ടിയിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 25 watt ആണ്. അപ്പൊ കോപ്പർ ലോസ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 25 watt ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫുൾ ലോഡ് കോപ്പർ ലോസ് ആൻഡ് അയൺ ലോസ് ഓഫ് എ ട്രാൻസ്ഫോമർ ആർ 6400 watt and 5000 watt respectively. Full load copper loss 6400 ഉം iron loss എന്ന് പറയുന്നത് 5000 ആണ് respectively. The copper loss and iron loss at half load will be respectively. അപ്പോൾ ഫുൾ ലോഡിലുള്ള കോപ്പർ ലോസും അയൺ ലോസും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹാഫ് ലോഡിൽ എത്രയായിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 1600 വാട്ടും 5000 വാട്ടും ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. നോക്കൂ, കോപ്പർ ലോസ് എന്ന് പറയുന്നതാണ് which is directly proportional to the square of the load on the transformer and iron loss in the constant at all load. ഓക്കെ, അപ്പൊ കോപ്പർ ലോസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്തിനൊക്കെ? സ്ക്വയർ ഓഫ് ദ ലോഡ് ഓൺ ദ ട്രാൻസ്ഫോമർ, ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്ന ലോഡിന്റെ സ്ക്വയറും അയൺ ലോസ്റ്റ് അല്ലെ കോൺസ്റ്റന്റ് ലോഡിൽ വരുന്ന അയൺ ലോസിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് WCU കോപ്പർ ലോസ് which is equal to x square into WCU ഫുൾ ലോഡ് ആണ്. x എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പെർസെന്റേജ് ഓഫ് ദ ഫുൾ ലോഡ് ഓഫ് ദ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ഫുൾ ലോഡിൽ ഉണ്ടാവുന്ന ആ ഒരു പെർസെന്റേജ് എത്രത്തോളം, അതാണ് x എന്ന് പറയുന്നത്. WCU എന്ന് പറഞ്ഞാൽ കോപ്പർ ലോസ് അറ്റ് ഫുൾ ലോഡ് ആണ്. മാക്സിമം എഫിഷ്യൻസി ഇൻ ട്രാൻസ്ഫോമർ എപ്പോഴാണ് ഒക്യൂർ ആവുന്നത്? ഈ പറയുന്ന കോപ്പർ ലോസും അയൺ ലോസും നമ്മൾ പ്രീവിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് രണ്ടും ഈക്വൽ ആവുമ്പോഴാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെ. സോ മാക്സിമം എഫിഷ്യൻസി അറ്റ് സം ഫ്രാക്ഷൻ ദാറ്റ് ഈസ് അത് എത്ര വരുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇത് ഡിറൈവ് ചെയ്തതാണ് അല്ലെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ. സോ റൂട്ട് ഓഫ് WI ബൈ W കോപ്പർ, അതായത് അയൺ ലോസ് ബൈ കോപ്പർ ലോസ് ആണ് നമുക്ക് സ്ക്വയർ റൂട്ടിൽ വരുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് കോപ്പർ ലോസ് 6400 ഉം എക്സ് എന്ന് പറയുന്നത് 0.5 ആണ്. അതായത് നമുക്ക് ഹാഫ് ആയിട്ടാണ് നമുക്ക് ലോഡ് എടുക്കുന്നത്, അതുകൊണ്ടാണ് 0.5 എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രീവിയസ് കോൺസെപ്റ്റ് എന്താണ്? WCU is equal to x square into CUF ആണ്. അപ്പൊ 0.5 സ്ക്വയർ into 6400 which is equal to 1600 ആണ്.
സിൻസ് അയൺ ലോസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ലോസ് ആണ്, ദർ ഇസ് നോ ചേഞ്ച് ആണ്. അപ്പൊ നമുക്ക് അയൺ ലോസ് 5000 വരുന്നുണ്ട്, കോപ്പർ ലോസ് ആണ് നമുക്ക് 1600 ആയിട്ട് നമുക്ക് റെഡ്യൂസ് ആയിരിക്കുന്നത്. എപ്പോഴാണ്? ഹാഫ് ലോഡ് കണ്ടീഷനിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫുൾ ലോഡ് കോപ്പർ ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ ഈസ് 1600 watt. അറ്റ് ഹാഫ് ലോഡ് കോപ്പർ ലോസ് വിൽ ബി. ഓക്കെ, അപ്പൊ ഫുൾ ലോഡ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 1600 ആണ്. അപ്പൊ ഹാഫ് ലോഡ് എത്രയായിരിക്കും? ഓപ്ഷൻ ഡി 400 watt ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 1600 watt ആണ്. അപ്പൊ കോപ്പർ ലോസ് അറ്റ് x is equal to x square into ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ്. അപ്പൊ ഹാഫ് ലോഡ് എന്ന് പറയുമ്പോൾ 0.5 ആണ് അല്ലെ. അപ്പൊ 0.5 ഹോൾ സ്ക്വയർ into 1600 which is equal to 400 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഹാഫ് ലോഡിൽ വരുന്ന കോപ്പർ ലോസ് എത്രയാണ്? 400 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ 500 kilowatt 3-phase transformer has iron loss of 300 watt and full load copper loss of 600 watt. The percentage load at which the transformer is expected to have maximum efficiency. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഒരു 3-phase ട്രാൻസ്ഫോമർ ആണ്, 500 kilowatt ആണ് വന്നത്. അവിടെ അയൺ ലോസ് 300 watt, ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ് 600 watt ആണ്. അപ്പൊ പെർസെന്റേജ് ഓഫ് ലോഡ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് എന്തിനുള്ളതാണ്? ട്രാൻസ്ഫോമർ നമുക്കൊരു മാക്സിമം എഫിഷ്യൻസി തരുന്ന ആ ഒരു പെർസെന്റേജ് ഓഫ് ലോഡ് എത്രത്തോളം ആണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ ഹിയർ ഓപ്ഷൻ ബി 70.7% ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു പെർസെന്റേജ് ഓഫ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെ നോക്കാം നമുക്ക്? മാക്സിമം എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫർ എപ്പോഴും നമുക്ക് ഒക്കർ ആവുന്നത് എപ്പോഴാണ്? കോപ്പർ ലോസും അയൺ ലോസും ഈക്വൽ ആകുമ്പോഴാണ് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു ഇക്വേഷൻ നമുക്കറിയാം, x is equal to square root of WI by W കോപ്പർ ആണ്, അതായത് അയൺ ലോസ് ബൈ കോപ്പർ ലോസ് ആണ്. അപ്പൊ നമുക്ക് പെർസെന്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ പെർസെന്റേജ് ഓഫ് x എന്ന് പറയുമ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം 100 കൊണ്ട് അല്ലെ. WI എന്ന് പറയുന്നത് അയൺ ലോസ് ആണ്, കോപ്പർ ലോസ് ആണ്. അപ്പൊ നമുക്ക് KVA at maximum efficiency, ആ ഒരു ഇക്വേഷൻ എന്താണ് വരുന്നത്? kilowatt ampere that is equal to, that is eta max, maximum efficiency is equal to full load KVA into square root of WI by WCU ആണ്, കോപ്പർ ലോസ് ആണ്. നമുക്ക് തന്നിരിക്കുന്നത് 500 kilowatt ആണ് നമുക്ക് തന്നിരിക്കുന്ന റേഞ്ച്. അയൺ ലോസ് തന്നിട്ടുണ്ട്, കോപ്പർ ലോസ് തന്നിട്ടുണ്ട്. നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. x is equal to square root of 300 by 600 which is equal to 0.707 ആണ്. അപ്പൊ പെർസെന്റേജ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? 707 into 100 which is equal to 70.7% ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, as the load on the transformer is increased, the core losses. ഓക്കെ, അപ്പൊ ലോഡ് ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്ന ലോഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ what about the core loss? ഓപ്ഷൻ remain constant, ബി ആണ് റൈറ്റ് ആൻസർ. കോർ ലോസിൽ നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ചുകൾ ഒന്നും തന്നെ വരുന്നില്ല. നോക്കൂ, കോർ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലോസ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ കോർ ഓഫ് എ ട്രാൻസ്ഫോമർ when it is subject to the change in magnetic flux. Magnetic flux എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ എന്താണോ ട്രാൻസ്ഫോമറിൽ വരുന്ന ആ ഒരു ലോസ്, അതിനെയാണ് നമ്മൾ പറയുന്നത് കോർ ലോസ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിൽ വരുന്ന ചേഞ്ചസിൽ, ദാറ്റ് ഈസ് phi is equal to V by F, നമുക്കറിയാം വോൾട്ടേജ് ബൈ ഫ്രീക്വൻസി ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ കോർ ലോസ് എന്ന് പറയുന്നത് എന്താണ്? സപ്ലൈ വോൾട്ടേജിനെയും അതുപോലെ തന്നെ ഫ്രീക്വൻസിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ അതിലുണ്ടാവുന്ന ലോഡിൽ എന്തൊക്കെ ചേഞ്ചുകൾ വരുത്തിയാലും ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ. കോർ ലോസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലോഡ് ആണ്. അപ്പൊ നമ്മൾ കോർ ലോസ് ചേഞ്ചുകൾ ഒന്നും തന്നെ വരില്ല. ലോഡ് നമ്മളിപ്പോ ഹാഫ് ലോഡോ ഫുൾ ലോഡോ എന്ത് ലോഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ പറയുന്ന കോർ ലോസിൽ പ്രത്യേകിച്ച് ചേഞ്ചുകൾ ഒന്നും തന്നെ വരുന്നില്ല. ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് പോയിന്റ് പറയാം? കോർ ലോസ് എന്ന് പറയുന്നത് ആ ഒരു എഡി കറന്റ് ലോസിന്റെയും ഹിസ്റ്ററിസിസ് ലോസിന്റെയും ഒരു സം ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, കോർ ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് ദ എഡി കറന്റ് ലോസ് അതുപോലെ തന്നെ ഹിസ്റ്ററിസിസ് ലോസ് ആണ്. ഓക്കെ, അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ്ഡ് കറന്റ് ഇസ് നോൺ ആസ് എഡി കറന്റ്. എഡി കറന്റ് എന്താണെന്ന് നമുക്കറിയാം. ആ ഒരു കറന്റ് പ്രൊഡ്യൂസ് ആകുന്നതിന്റെ ഫലമായിട്ട് വരുന്ന ലോസ് ആണ് എഡി കറന്റ് ലോസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിൽ ആ ഒരു മാഗ്നറ്റൈസേഷൻ സാച്ചുറേഷൻ കാരണം വരുന്ന ലോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പാർട്ട് 2 MCQ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.